അങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ ഗൈസ് ഞാൻ ഇന്ന് പുതിയൊരു കാർ എടുക്കാനായിട്ട് പോകുവാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് ഞാൻ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഫുൾ അങ്ങോട്ട് കാറിലൊക്കെ ആയിരിക്കും കറക്കം. പക്ക അടിപൊളി രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ഗൈസ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. ഏതൊരു സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഈ ഒരു കാർ ഞാൻ പെട്ടെന്ന് എടുത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഇപ്പോൾ ഒക്കെ ഈ ഒരു ബസ്സിലൊക്കെ പോകുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഗൈസ് ഒരു കാർ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇവിടെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഗൈസ് ബസ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതുവഴി രണ്ട് വണ്ടികളൊന്നും പോകുന്നത് കാണാനായിട്ട് പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു വണ്ടി വന്ന ഗൈസ് അതേ കയറി നമ്മൾ പോകുന്നതായിരിക്കും. എന്തായാലും ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻ്റെ ആ ഒരു പുതിയ കാർ കാണാനായിട്ട്. ഇത് നമ്മുടെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി നമ്മൾ വേറെ ലെവൽ കാറുകളൊക്കെ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ബസ് ഇറങ്ങിയിട്ട് നമ്മുടെ ഓണറിൻ്റെ വീട്ടിലോട്ട് നടക്കുവാണ്. ഒരു തിരക്കില്ലാത്ത ബസ്സിലാണ് ഞാൻ കയറിയത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടം കണ്ടാണ് നമ്മുടെ ഒരു ഓണറിൻ്റെ വീട് വരുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ വേണ്ട ഒരാൾ നിൽക്കുന്ന കാണാനായിട്ട് പറ്റും. പുള്ളിയാണോ എന്നറിയത്തില്ല. ദാണ്ട് ഇവിടെ ഒരു BMW ആണ് കിടക്കുന്നത്. നമുക്ക് എന്തായാലും പുള്ളിയോടൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ വേറെ വണ്ടി ഒന്നും കേസ് കിടപ്പില്ല. ബ്രോ നിങ്ങളാണോ കാർ വാങ്ങിക്കാൻ വരുന്നെന്ന് പറഞ്ഞത്? അതെ ബ്രോ ഞാനാണ്. എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ വീട് കണ്ടപ്പം. അതിന് ബ്രോ നേരത്തെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആള് കുറച്ച് ചളിയനാന്ന് തോന്നുന്നു. ബ്രോ നിങ്ങൾക്ക് വണ്ടി കാണണ്ടേ? വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നല്ല വെൽ കണ്ടീഷൻ, നല്ല പോളിപ്പം വണ്ടിയാണ്. ഒന്നും പറയല്ല, ഞാൻ ആദ്യം വാങ്ങിച്ച വണ്ടി. നല്ല കണ്ടീഷൻ കാർ ആയതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് എടുത്തത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു BMW ഒക്കെ എടുത്തത്. ആ വണ്ടി വാങ്ങിച്ച ശേഷം പിന്നെ നമുക്ക് നല്ല രാശിയായിരുന്നു. എന്നിട്ട് കാർ എന്ത് ചെയ്യേ? കാർ ഞാൻ അങ്ങനെ എടുക്കാത്തോണ്ട് വീടിന്റെ ബാക്കിൽ ഇട്ടേക്കോ. ബാക്കിലുള്ള ദണ്ടി ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്. അവിടെ കിടക്കുന്ന വെള്ളക്കാറല്ലേ? അത് തന്നെ. ഞാൻ ഇന്നലെ പോയി വണ്ടി മൊത്തം സ്റ്റോക്കിലേക്ക് അങ്ങ് മാറ്റി. നിങ്ങൾക്ക് സ്റ്റോക്ക് പോരെ? എനിക്ക് സ്റ്റോക്ക് മതി. എന്റെ ഐഡിയയിൽ ഞാൻ പിന്നെ വണ്ടി പണിത് സെറ്റ് ആയിക്കോളാം. അത് മതി, അതാ നല്ലത്. എന്നാലും നമ്മുടെ ഐഡന്റിറ്റിയിൽ വണ്ടി പോകത്തുള്ളൂ. അതെ. ബ്രോ ഈ BMW എടുക്കുന്നോ? ഞാൻ ഈ വണ്ടി കൊടുക്കാൻ ഇട്ടേക്കുക. അതിനുശേഷം ഞാൻ വേറൊരു വെടിക്കെട്ട് വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ. ഞാൻ ഇപ്പൊ എടുത്ത ഈ ഒരു കാറിന്റെ പൈസക്ക് ഈ ഒരു BMW തരുവാണെങ്കിൽ ഞാൻ എടുത്തോളാം. അതൊന്നും പറ്റത്തില്ല. അത് നമുക്ക് നഷ്ടമല്ലേ വരത്തുള്ളൂ. അപ്പൊ പിന്നെ എന്റെ ഇപ്പൊ ആ വണ്ടി എടുക്കാനായിട്ടുള്ള പൈസ ഇല്ല. കുഴപ്പമില്ല ബ്രോ, എല്ലാം സെറ്റ് ആവും. ഈ കാറല്ല ബ്രോ, ഇതിനെക്കാട്ടിലും വലിയ കാർ ബ്രോ വാങ്ങിക്കുന്നത്. അതൊക്കെ എത്രേ ഉള്ളൂ, എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. എന്നാ വാ, സമയം കളയണ്ട, നമുക്ക് കാറ് കാണാം. ബ്രോ എന്തുവാ ഇത്ര ധൃതി? ഈ കിടക്കുന്നതാണ് ബ്രോയുടെ പുതിയ കാർ. എന്റെ മോനെ കേസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പുതിയ ഒരു സിവിക്. എന്റെ മോനെ വേറെ ലെവൽ ലുക്കിൽ വണ്ടി ഇവിടെ കിടക്കുവാണ്. ഫുൾ സ്റ്റോക്കിലേക്ക് ഇതേ മച്ചാൻ മാറ്റിയെന്നാണ് പറഞ്ഞത്. അതെ, സ്റ്റോക്കിലേക്ക് മാറ്റിയാലും വണ്ടിയുടെ ലുക്ക് ഇത്ര അടിപൊളിയല്ലേ. അപ്പൊ മോഡിഫൈ ചെയ്തുള്ള അവസ്ഥ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ. അപ്പൊ വണ്ടിയുടെ പുറത്തുനിന്നൊക്കെയുള്ള ലുക്ക് കണ്ടിട്ട് കേസ് എനിക്ക് എന്തായാലും വണ്ടി നല്ല ക്ലീൻ ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കിയാലോ? അതിനെന്താ മച്ചാനെ, ഓടിച്ചു നോക്കാം. അത് കുഴപ്പമൊന്നുമില്ല. ബ്രോ വണ്ടിക്കകത്ത് കയറിക്കോ, വണ്ടിക്കകത്ത് താക്കോല് കിടപ്പുണ്ട്. അങ്ങനെ സ്വന്തം പൈസക്ക് വാങ്ങിച്ച എന്റെ ഒരു കാർ ഞാൻ ഓടിക്കാനായിട്ട് പോകുവാണ്. അപ്പൊ നമുക്ക് നേരെ വണ്ടിക്കകത്ത് അങ്ങോട്ട് കേറിയിരിക്കാവേ. വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ട്? ക്ലീൻ അല്ലേ ബ്രോ? സെറ്റ്, നല്ല അടിപൊളി വണ്ടി. വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞ ഇതിന്റെ പവർ ഒക്കെ ഒന്ന് കൂട്ടിക്കോ, അടിപൊളിയായിരിക്കും ഓടിക്കാൻ. എനിക്ക് അതിന്റെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ട്, നമുക്ക് സെറ്റ് ആക്കണം. എന്തായാലും ഇവിടെ നമുക്ക് പെതിയ വണ്ടി അങ്ങോട്ട് ഇറക്കാവേ. മച്ചാൻ ഒറ്റ ഒടിവിന് വണ്ടി എടുത്തോ. ഞാനാണെങ്കിൽ റിവേഴ്സ് ഇട്ട് ഫ്രണ്ട് എടുത്ത്, റിവേഴ്സ് ഇട്ട് ഫ്രണ്ട് എടുത്ത് എത്ര നേരം എടുക്കും അറിയാം അവിടെ നിന്ന് വണ്ടി ഇറക്കണേ. നമ്മൾ ലേശം പ്രോ ഡ്രൈവർ ആണ് ബ്രോ, എന്തോ ചെയ്യാനാന്ന് പറ. വണ്ടി ഓടിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ, ഓടിച്ചോണ്ടിരിക്കാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എൻ്റെ മോനെ നല്ല സ്മൂത്ത് ഉണ്ടേ. അപ്പോൾ ബ്രോ സെറ്റ്, എനിക്ക് വണ്ടി എന്തായാലും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോയാലോ? ഇവിടെ നിന്ന് വണ്ടി തിരിച്ചോ, നമുക്ക് നേരെ വീട്ടിലോട്ട് അങ്ങ് പോയി ബാക്കി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു വണ്ടി അങ്ങ് ഫിക്സ് ആക്കിയേക്കുവാണ്. ഫുൾ ടാങ്ക് പെട്രോൾ കിടപ്പുണ്ടല്ലോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അങ്ങ് അടിച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ബ്രോ എൻജോയ്. ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വെകിളിയാണെന്ന് തോന്നിയെങ്കിലും പുള്ളി ഒരു അടിപൊളി മനുഷ്യനാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾ എന്തായാലും നേരത്തെ പുള്ളിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഈ ഒരു BMW കേസ് ഓടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാലോ, ചിലപ്പം കിട്ടിയാലോ. ബ്രോയുടെ BMW കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇത് M3 ടൂറിംഗ് അല്ലേ? അതെ, ഞാനിതിപ്പോ എടുത്തിട്ട് ഒരു വർഷം ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും അങ്ങ് വിൽക്കാന്ന്. എന്നാ ബ്രോ ഞാൻ ഈ ഒരു കാർ ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ. ഞാൻ ഇതൊരു BMW ഒന്നും അങ്ങോട്ട് ഓടിച്ചിട്ടില്ല, ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ. അതിനിപ്പോ എന്താ, ഓടിച്ചോ. നമുക്ക് അപ്പുറം വരെ ഒന്ന് പോയിട്ട്. എന്റെ മോനെ കേസ്, നമ്മൾ ഒരു സിവിക്കിൽ നിന്ന് നേരെ ഈ ഒരു BMWയിലേക്ക് കയറിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റം ഉണ്ടല്ലോ. എൻ്റെ പൊന്നളി കേസ്, എന്ത് പവറാണ് ഈ ഒരു വണ്ടിക്ക്. കാല് കൊടുക്കുമ്പോഴേ വണ്ടി അങ്ങോട്ട് പറക്കുവാണ്. അതെ, സിവിക്കിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം തോന്നും. ഓടിച്ചാലും കേസ് ഈ ഒരു വണ്ടി മടുക്കുന്നില്ല. എങ്ങനെയും പൈസ ഉണ്ടാക്കിയിട്ട് ഇതേ ഒരു കാർ കേസ് ഞാൻ ഉടനെ എടുക്കുന്നതായിരിക്കും. എനിക്ക് അത്രയും കേസ് ഈ ഒരു കാർ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഓടിക്കാനായിട്ടും പറ്റത്തില്ല, കാരണം ഈ വണ്ടിക്ക് നല്ല രീതിയിൽ മൈലേജ് കുറവാണ്. പിന്നെ എൻ്റെ സ്വന്തം കാറും അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് ഓടിക്കുന്നില്ല. മച്ചാനത് നമ്മളോട് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണാൻ കേസ് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക്
ഈ ബാക്കി പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ നമ്മുടെ സിവിക്കും എടുത്തുകൊണ്ട് ഞാൻ നേരെ വർക്ക്ഷോപ്പിലോട്ടായിരിക്കും പോകുന്നത്, വീട്ടിലോട്ടല്ല. അപ്പോൾ BMW യാത്രയൊക്കെ ഞാൻ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. വൺ ഡേ ഞാൻ ഈ ഒരു കാർ എടുക്കുന്നതായിരിക്കും. എനിക്ക് അത്രത്തോളം ഈ ഒരു കാർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോകുവാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി ഗൈസ് എൻ്റെ സ്വന്തമായിട്ടുണ്ട്. ഇപ്പോൾ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കും വണ്ടി പണിയാനായിട്ട് പോകുന്നത്. അങ്ങനെ ഓവർ വർക്കൊന്നും നമ്മുടെ വണ്ടിക്ക് ചെയ്യുന്നില്ല, കാരണം അതിനുള്ള പൈസ ഗൈസ് എൻ്റെ കയ്യിലില്ല. ഇനി എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വരാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇത്ര ഞാൻ ഓടിച്ചിട്ടും വണ്ടി നല്ല സുഖമുണ്ട് കേട്ടോ ഓടിക്കാനായിട്ട്. ഇച്ചിരി കൂടെ പവറും കൂടെ കയറ്റുവാണെങ്കിൽ വണ്ടി വേറെ ലെവലായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങാണ്ടായിട്ടായിരുന്നു ആ ഒരു വർക്ക്ഷോപ്പ് വരുന്നത്. ഓക്കെ, ഇവിടാണ് കേട്ടോ നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പ്. എൻ്റെ മോനെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി കേസ് ആ ഒരു ഷെഡിലേക്ക് അങ്ങ് കയറ്റിയിടാം. വർക്കിന് വരുന്ന വണ്ടികളെല്ലാം ഒരു ഷെഡിലാണ് കയറ്റി ഇടാറുള്ളത്. ഓക്കെ ഗൈസ്, സെറ്റ്. അപ്പം നമുക്ക് നേരെ ഇവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നാളെ വേണം വരാനായിട്ട്. അതിനു മുമ്പ് നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ പണികളാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടനോട് ചെന്ന് പറയണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏതെങ്കിലും ഒരു ബസ് പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ കാർ ഇനിയും വേറെ ലെവലൊരു ലുക്കിലായിരിക്കും ഗൈസ് തിരിച്ചിറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.